ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് എങ്ങനെ ചിട്ടയായി പഠിച്ചു തുടങ്ങണം എന്ന കൺഫ്യൂഷനിലായിരിക്കും പലരും. സോ ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് സ്ട്രാറ്റജിയോടുകൂടി ഈ ഒരു പർട്ടിക്കുലർ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് നേടി ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ ജോലി ലഭിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ജൂൺ മാസത്തിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 മേജർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതും എക്സാം നടക്കുകയും ചെയ്യുന്നത്. PWD ഇറിഗേഷൻ, അതുപോലെ തന്നെ LSTD. നമുക്കറിയാം ഈ 2 ഡിപ്പാർട്ട്മെന്റ്സുമാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അധികം ജോലി ലഭിക്കാൻ സാധ്യതയുള്ള 2 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗ്രേഡ് നമുക്ക് മുന്നേ ഉള്ള വർഷങ്ങളിൽ നടന്ന പോലെ തന്നെ LSTDയും അതുപോലെ തന്നെ PWD ഇറിഗേഷൻ 2 ഡിപ്പാർട്ട്മെന്റും കമ്പൈൻഡ് ടെസ്റ്റാണ് നടത്തുന്നത്. ഒരേ ദിവസം ഒരേ പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. ഇതിന് ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇത് ഒരേ എക്സാം ആയിട്ട് നടക്കുന്നതുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലിസ്റ്റിലും ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഓൾമോസ്റ്റ് കോമൺ ആയിരിക്കും. കോമൺ ആയതുകൊണ്ട് തന്നെ NJD വഴി ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസ് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ തന്നെ 500 പേരും അതുപോലെ തന്നെ 700 പേരും ഒക്കെ അടങ്ങുന്ന ലിസ്റ്റുകളാണ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ നമുക്ക് PWDക്ക് 500 പേര് വരുന്നതും LSTDക്ക് 700 പേര് വരുന്ന ലിസ്റ്റുമാണ്. അതിൽ 300-400 പേർക്ക് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ അഡ്വൈസ് പോയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ എക്സാം ആയിട്ട് നടന്നതിൻ്റെ ഒരു ഗുണമായിട്ട് വന്ന NJD വേക്കൻസീസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. സോ ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ BTech കഴിഞ്ഞ ആൾക്കാരും ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാരും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ജോബ് തന്നെയാണ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് എങ്ങനെ ചിട്ടയായി പഠിച്ചു തുടങ്ങണം എന്ന കൺഫ്യൂഷനിലായിരിക്കും പലരും. കാര്യം പലരും ജൂൺ മാസത്തിൽ ഈ ഒരു എക്സാം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം ഈ ഒരു എക്സാം ഡേറ്റ് വന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും പലർക്കും ഉണ്ട്. അതായത് 2 മാസമല്ലേ ഉള്ളൂ. ഒരുപാട് പേരും ടെൻഷനോടുകൂടി ഈ ഒരു കാര്യം പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് മെസ്സേജസ് നമുക്ക് വരാറുണ്ട്. നമ്മുടെ യൂസേഴ്സ് ആണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു സജഷൻ ചോദിച്ച് വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു 2.5 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് സ്ട്രാറ്റജിയോടുകൂടി ഈ ഒരു പർട്ടിക്കുലർ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് നേടി ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ ജോലി ലഭിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം PSC ഇത്രയും കാലം, അതായത് 2023 മുന്നേ വരെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് ഒരു വ്യക്തമായ സിലബസ് പബ്ലിഷ് ചെയ്തിരുന്നില്ല. നോർമലി AE ലെവലിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായ ഒരു എക്സാം ആയിട്ട് ഫസ്റ്റ് ഗ്രേഡ് എക്സാം കണ്ടക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2023 ഈ ഒരു പതിവിന് വിപരീതമായി PSC സിലബസ് പബ്ലിഷ് ചെയ്യും. നമ്മളന്നേരം വിചാരിച്ച് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുമായി കമ്പൈൻഡ് ആയിട്ട് നടന്ന പരീക്ഷ ആയതുകൊണ്ടായിരിക്കും സിലബസ് പബ്ലിഷ് ചെയ്തത്. നമുക്ക് അതുകൊണ്ട് തന്നെ വ്യക്തമായ സിലബസും വ്യക്തമായ വെയിറ്റേജും പറഞ്ഞുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ അത് വെച്ച് പഠിക്കാനായി സാധിച്ചു. ആൻഡ് ഏറെക്കുറെ ഒരു 95% PSC ആ സിലബസിനോട് നീതി പുലർത്തുകയും ചെയ്തു. അപ്പം നമുക്കിപ്പം നമ്മുടെ കൺഫർമേഷൻ വന്ന കൂടെ തന്നെ നമുക്ക് സിലബസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുമായിട്ട് നമുക്ക് ഒന്ന് സാമ്യം തോന്നുന്ന സിലബസ് തന്നെയാണ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള പേജ് കണക്കുള്ള സിലബസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ പേജുകളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടോപ്പിക്സ് കയറി വന്നിട്ടുണ്ടോ, 1-2 എസ്റ്റിമേഷൻ്റെ ഭാഗത്തും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മളൊരു ഓൾമോസ്റ്റ് 95% നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2023 സിലബസ് നമ്മൾ പരിശോധിച്ചു. ഓൾമോസ്റ്റ് സെയിം സിലബസ് നമുക്ക് ഇപ്പോഴും പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പരീക്ഷ നോക്കിക്കഴിഞ്ഞാലും സിലബസിൽ മാർക്സ് സ്പെസിഫൈ ചെയ്തത് പക്കയായിട്ട് PSC പാലിച്ചായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകളും അതിൻ്റെ വെയിറ്റേജും നമുക്കറിയാം. നമുക്ക് ഈ സബ്ജക്ട്സ്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒക്കെ തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് സർവേയിങ് ആണ്. സർവേയിങ്ങിന് 2 പാർട്ടായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 20 മാർക്ക് വെയിറ്റേജ് സർവേക്ക് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമാണ്. രണ്ടും കൂടി ചേർന്ന് 20 മാർക്കും. അപ്പോൾ തന്നെ ഓവർസിയർ ലെവലിൽ 40 മാർക്കോളം ഈ 3 സബ്ജക്ട്സൂടെ ചേർന്ന് പങ്കിട്ടെടുത്തു. അതായത് 40 മാർക്ക് എന്ന് പറയുന്നത് സർവേയിങ് വന്നു 20 മാർക്കിൻ്റെ, പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 20 മാർക്കിൻ്റെ വന്നു. പിന്നെ നമുക്ക് 10 മാർക്ക് വീതം ഓരോ സബ്ജക്റ്റിനും വെയിറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കുറച്ച് പോർഷൻസും അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞാൽ AE ലെവലിൽ എല്ലാ പോർഷൻസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ AE ലെവലിലെ പോലെ പ്രോബ്ലം ആയിട്ട് ചോദിക്കത്തില്ല, തിയറി ആയിട്ടോ ഫോർമുല ഡയറക്റ്റ്ലി ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അടുത്ത നമുക്കുള്ളതാണ് നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ്,
അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം 10 മാർക്കാണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് 90 മാർക്സ് ആയി. പിന്നെ ഒരു 10 മാർക്ക് വരുന്ന എസ്റ്റിമേഷനാണ്. അങ്ങനെയാണ് നമ്മുടെ 100 മാർക്ക് വെയിറ്റേജ് PSC സിലബസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലൂയിഡ് മെക്കാനിക്സ് സിലബസ് ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് കഴിഞ്ഞ വർഷവും ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യനും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിന് വേണ്ടി ഇനി നിങ്ങൾ സമയം കളയണ്ട, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഇല്ല. പിന്നെ നമുക്ക് RCC ഒന്നും പറഞ്ഞിട്ടില്ല. RCCയിലാകെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തിയറി പോർഷനിൽ നിന്ന് പ്രീ സ്ട്രെസ്സിനെ റിലേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരുന്നു വന്നത്. അപ്പോൾ RCC നിങ്ങൾ നോക്കണ്ട, സ്റ്റീൽ സ്ട്രക്ചേഴ്സും നോക്കണ്ട. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ 80+ മാർക്കോട് കൂടി നേടണം. 80+ മാർക്കോട് കൂടി നേടിയാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ അഡ്വൈസിൽ ജോലി ലഭിക്കത്തുള്ളൂ. അപ്പം ഓവർസിയർ എക്സാംസിന് സിവിൽ എഞ്ചിനീയറുകാരെ സംബന്ധിച്ച് 80+ മാർക്ക് നേടണം. അതിലൊരു 60 വരെ എല്ലാവർക്കും കിട്ടും. അതായത് നമ്മൾ നോർമലി ഇന്ന് പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരു 2 മാസം കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 40 മുതൽ 60 മാർക്ക് വരെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഈ 60-ന് മേലെ നിന്ന് 80 എത്തുക എന്ന് പറഞ്ഞാൽ 20 മാർക്സിൻ്റെ ജേണിയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2.5 മാസമാണ് കയ്യിലുള്ളത്. അതിൽ അവസാനത്തെ 20-22 ദിവസം മാറ്റി വെച്ചോളൂ. അത് നമ്മൾ റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി ഒന്ന് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടി മാത്രം മാറ്റി വെക്കുകയാണ്. അപ്പോൾ 22 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് 2 മാസമാണുള്ളത്. ഈ 2 മാസത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സർവേയിങ്ങും ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും പഠിച്ചവരാണെങ്കിൽ റിവൈസ് ചെയ്ത് മാറ്റി വെക്കുക. പ്രാക്ടീസ് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതായത് ഈ 40 മാർക്ക് നമുക്ക് ക്രൂഷ്യലാണ്. 40-ൻ്റെ കൂടെ എസ്റ്റിമേഷനോട് എടുത്ത് ആ 50 മാർക്ക്, ഈ 50 മാർക്ക് വരുന്ന സബ്ജക്ട്സ്, കാര്യം ഇത് എല്ലാ പരീക്ഷയ്ക്കും വേണ്ടുന്ന മാർക്കാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ AE പരീക്ഷയ്ക്കും അതിൻ്റെ കൂടെ കോൺക്രീറ്റ് ടെക്നോളജി കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പോലെ ഒരു 4 മാർക്ക് വരുമെങ്കിൽ 20 മാർക്ക്, ഒരു 16 മാർക്ക് AEക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും സർവേയിങ്ങും അതുപോലെ തന്നെ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, ഈ 50 മാർക്ക് അടങ്ങുന്ന പേപ്പറുകൾ ആദ്യത്തെ ഇനിഷ്യൽ ഒരു 15 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം വേഗത്തിൽ കവർ ചെയ്യാം. അതിൽ ക്വിക്ക് റിവിഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പുതിയൊരു ഫ്രഷറിന് ഈ ഒരു ക്വിക്ക് റിവിഷൻ മെത്തേഡ് ഒരിക്കലും വർക്ക് ആവത്തില്ല. പക്ഷേ കുറച്ച് പഠിച്ചു വെച്ചവർക്ക് ഏകദേശം എല്ലാത്തിനെ കുറിച്ചിട്ടും എന്തൊക്കെ പഠിക്കണം എന്നൊരു ഐഡിയ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായും 15 ദിവസം കൊണ്ട് ഈ 3 സബ്ജക്റ്റും കവർ ചെയ്യാനായിട്ട് സാധിക്കും. എസ്റ്റിമേഷൻ കുറച്ച് വാസ്റ്റ് ആയിട്ടുണ്ട്. എസ്റ്റിമേഷനിൽ ആ പറയുന്ന റോഡിൻ്റെ എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സെപ്റ്റിക് ടാങ്കിൻ്റെ എസ്റ്റിമേഷൻ, അതൊക്കെ മാറ്റി നിർത്തി ജനറൽ ആയിട്ടുള്ള എസ്റ്റിമേഷനാണ് ഞാൻ പറയുന്നത്. ഈ ആദ്യത്തെ 15-20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കവർ ചെയ്ത് തീർക്കാൻ നോക്കുക. അതിനുശേഷം വരുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് 10 മാർക്കുണ്ട്, എൻവയോൺമെൻറ്റലിന് 10 മാർക്കുണ്ട്. ഈ 10 മാർക്കും അതായത് ഈ 20 മാർക്ക് എന്ന് പറയുന്നത് ഈസി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം കുഴപ്പിക്കാത്ത ചോദ്യങ്ങൾ വന്ന 2 സബ്ജക്ട്സ് ആണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗും. നമുക്ക് ലെവലിലൊക്കെ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഈ പറഞ്ഞ 20 മാർക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ 20 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലാതെ തന്നെ ഒരു 18 മുതൽ 19 മാർക്കോളം കിട്ടും ഈ 20-ൽ. അപ്പം അത് നമുക്കായി കഴിഞ്ഞാൽ ഏകദേശം 70 മാർക്സോളം നമ്മുടെ കയ്യിലായി. പിന്നീട് വരുന്ന ആ അവസാനത്തെ മന്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഏരിയ നോക്കുക. സ്ട്രോങ് ഏരിയ നോക്കിയിട്ട് മോസൊക്കെ ഏറ്റവും അവസാനം പഠിച്ചാൽ മതി. അതായത് മെയ് മാസത്തിൽ ടുവേർഡ്സ് എൻഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാര്യം മോസിലൊന്നും അധികം ട്വിസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഡയറക്റ്റ്ലി ഫോർമുലയായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഡെഫിനിഷനായിട്ടോ ചോദിക്കും. അതൊന്നും ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ബേസ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ മെയ് മാസത്തെ അവസാനത്തെ 15 ദിവസമൊക്കെ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി, മെക്കാനിക്സ് സോളിഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെൻറ്റൽ കഴിഞ്ഞു, ജിയോ ടെക്നിക്കൽ കഴിഞ്ഞു, എസ്റ്റിമേഷനൊക്കെ നമ്മൾ നോക്കി. കോർ സബ്ജക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ 15 ദിവസത്തിൽ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം പഠിച്ചത് അവിടെ നമ്മൾ കളഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം പുതിയ ടോപ്പിക്ക് തുടങ്ങുകയല്ല വേണ്ട. ആദ്യത്തെ ദിവസം പഠിച്ചത് ഓർത്തെടുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം നമ്മൾ രണ്ടാമത്തെ ദിവസം ചെയ്യണം. അത് മേ ബി റിവിഷൻ്റെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു 20 ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാവാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും ചെയ്യണം. എസ്പെഷ്യലി ഗീവ് റെഫറൻസ് ടു 2023 പേപ്പർ. 2023 നടന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസ് ആക്കി വെച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അവസാനത്തെ 22 ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടി വെക്കരുത്. ആ 22 ദിവസത്തിൽ ആദ്യത്തെ 15 ദിവസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ക്വിക്ക് റിവിഷൻ ചെയ്യുക. ക്വിക്ക് റിവിഷൻ ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് 15 ദിവസം കൊണ്ട് ഈ 2 മാസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ 2 മാസം പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും ഷോർട്ട് നോട്ട്സ്, അതായത് റിവിഷൻ നോട്ട്സ്
ക്യാപ്സ്യൂൾ ഫോമിൽ നിങ്ങളുടെ കയ്യിൽ വേണം. ഈ ക്യാപ്സ്യൂൾ നോട്ട്സ് മാത്രം ആ ഒരു ജൂൺ മാസത്തെ ആദ്യത്തെ 15 ദിവസം നോക്കിയാൽ മതി. പിന്നെ വരുന്നൊരു 10 ദിവസം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, വേ യു ആർ സ്റ്റാൻഡിങ്. ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന സമയം. കാര്യം നമ്മൾ പഠിച്ചതൊന്നും തന്നെ നമുക്ക് ഓർമ്മയില്ല എന്ന് തോന്നും, എല്ലാം മറന്നു പോയതായിട്ട് തോന്നും. അത് ഇപ്പോഴും ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഓൾറെഡി റിപ്പീറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ ഓൾറെഡി ഈ ഒരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ലാത്തവർ പോലെ തോന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടെൻഷൻ വരുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ഈ ഒരു സ്റ്റേജ്, അതായത് ഈ നമുക്ക് ഈ വരുന്ന ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, സ്ഥിരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് ഞാൻ പറയുന്നത്, ഈവൻ നിങ്ങൾ ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിലും നാളെ തൊട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിലും എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും മിനിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വെക്കുക. അതായത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. ഈ 60 മിനിറ്റിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു? അത് 60 ചോദ്യങ്ങളാവാം, 40 ചോദ്യങ്ങളാവാം, 70 ചോദ്യങ്ങളാവാം. അത് നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി ചെയ്ത് നല്ലപോലെ സ്പീഡുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 60 ക്വസ്റ്റ്യൻ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഓവർസിയർ ഗ്രേഡ് 1 ലെവലിൽ മിനിമം 60 ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്പീഡ് കുറഞ്ഞ ഒരാളാണെങ്കിൽ ഈ 2 മാസം, ഈ 60 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് 1 മണിക്കൂറിൽ മിനിമം 60 ക്വസ്റ്റ്യൻ എന്ന രീതിയിലെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും എക്സാം ഹാളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ 1 മണിക്കൂർ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുക. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുന്നേ പഠിച്ച ടോപ്പിക്സിൻ്റെ റിവിഷൻ മെത്തേഡായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഏറ്റവും അവസാനത്തെ കുറച്ച് ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കാതെ പഴയ PYQs എടുത്ത് PYQസിലൂടെ പുതിയ തിയറി, അതായത് പുതിയ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അല്ലെങ്കിൽ ക്ലാസ് കണ്ട് പുതിയ വീഡിയോസും കോൺസെപ്റ്റുകളും മനസ്സിലാക്കാതെ ക്വസ്റ്റ്യൻസിലൂടെ മാത്രം കിട്ടുന്ന പുതിയ ഐഡിയാസ് മാത്രം അവസാനത്തെ സമയത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും റഫായിട്ട് സിലബസ് എടുത്ത് ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് പഠിക്കാൻ തുടങ്ങരുത്. സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി, നിങ്ങൾക്ക് വെയിറ്റേജ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതായത് നമുക്ക് 80+ സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ 40 to 60 വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. 60+ കയറാനാണ് പാട്. ആ 60+ കയറുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്ക്കാണ് നിങ്ങൾ ഈ ഒരു 2.5 മന്ത്സിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാരണം 1-2 ദിവസം നമ്മൾ മാറ്റി വെച്ചാൽ പോലും നമ്മൾ ഈ ഇത്രയും വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ബാക്കിലായിപ്പോൾ. അപ്പോൾ ഓരോ ദിവസം ഓരോ മണിക്കൂറും നമുക്ക് ക്രൂഷ്യലാണ്. ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കുന്ന അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്ക് 1 മണിക്കൂർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഫോണിൽ സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ 1 മണിക്കൂർ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവസാനത്തെ ഞാൻ പറഞ്ഞ 10-15 ദിവസം, അതായത് 20th ശേഷമുള്ള ഡേയ്സ് അല്ലെങ്കിൽ 15th ശേഷമുള്ള ഡേയ്സ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതാം. മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് തന്നെ മോക്ക് ടെസ്റ്റ് എഴുതാൻ നോക്കുക. അതായത് മോക്ക് ടെസ്റ്റ് എഴുതുന്ന ടെസ്റ്റ് എഴുതുന്നേക്ക് ഒരു സർട്ടൻ ഏരിയയിൽ തന്നെ എപ്പോഴും ഇരിക്കാൻ നോക്കുക. ടേബിളിൽ വേറൊന്നും വെക്കാൻ പാടില്ല, ഫോൺ പ്രത്യേകിച്ച് പാടില്ല, ഫോൺ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ബുക്സും ഒന്നും പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ബുക്സ് തുറന്ന് നോക്കാനുള്ള ടെൻഡൻസി വരും, അത് പാടില്ല. ടൈമർ മാത്രം വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്തെല്ലാം ത്രൂ ഔട്ട് യുവർ ജേർണി നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫോൺ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സമയം ഞാൻ പറഞ്ഞ പോലെ ഓരോ മണിക്കൂർ ഓരോ മിനിറ്റ് നമുക്ക് വാല്യബിൾ ആണ്. ബിക്കോസ് നമ്മുടെ പുറത്തുള്ള കോമ്പറ്റീറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 1 LSGD അതുപോലെ തന്നെ PWD ഇറിഗേഷൻ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 28,000 അതുപോലെ തന്നെ 30,000 മേലെയാണ്. അപ്പോൾ ഈ 30,000 ഒരാൾ മാത്രമാണ് നമ്മൾ. ഇതിൽ എത്ര പേര് സ്റ്റാർട്ട് ടു എൻഡ് ഇതേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇത്ര എന്തൂസിയാസത്തോടു കൂടി പഠിക്കുന്നു, അവസാനം വരെ നിൽക്കുന്നു, അവർ മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റിന് മുകളിലെത്തുക. അതിലൊരാളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 1 ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എൻട്രിയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്ലാസ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫിൽ ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.